Club. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ്. വെറും 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഈസിയായി പഠിക്കാൻ സൂപ്പർ ഡ്യൂപ്പർ ടെക്നിക്. ആഹാ, വെറും 1 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്നോ? പിന്നെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും കേവലം 30 ദിവസം മാത്രം മതി. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിന്റെ 30 ദിവസത്തെ വീഡിയോ കാണുക, ശ്രദ്ധിച്ചു പഠിക്കുക. ഗ്യാരണ്ടീഡ്. വെറും 1 മാസം കൊണ്ട് ഇംഗ്ലീഷ് പച്ച വെള്ളം പോലെ പറയാം. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സ് 1-ാം ദിവസത്തിലേക്ക് സ്വാഗതം. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിക്സിന്റെ മണിച്ചിത്ര താഴിത തുറക്കുന്നു. 1-ാം ദിവസം. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് തുടർന്നുള്ള പാഠഭാഗങ്ങൾ മുൻപോട്ട് പോകുന്നത്, അല്ലേ? അതെ, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മനപാഠമാക്കാം. ഇംഗ്ലീഷിന്റെ ഒരു പൂർണ്ണവാക്യത്തിൽ കർത്താവ്, ക്രിയ, കർമ്മം എന്നീ 3 ഘടകങ്ങൾ ഉണ്ടാകും എന്നാണല്ലോ സാധാരണ പറയാറുള്ളത്, അല്ലേ? അതെ, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് ബേസ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അനായാസം കൈകാര്യം ചെയ്യാം. എന്നാ ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? നോക്കാം. ആദ്യത്തെ ഉദാഹരണം, മോഹൻ കിൽസ് ദ സ്നേക്ക്. മോഹൻ ആ പാമ്പിനെ കൊല്ലുന്നു. ഇവിടെ മോഹൻ എന്നാൽ കർത്താവാണ്, സബ്ജക്റ്റ്. കിൽസ് എന്നാൽ ക്രിയയാണ്, വെർബ്. ദ സ്നേക്ക് കർമ്മം, അതായത് ഓബ്ജക്റ്റ്, അല്ലേ? അതെ. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, മോഹനാണ് കർത്താവ്. അതായത് മോഹനാണ് ഈ മഹാകൃത്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോഹൻ കർത്താവായത്, അതായത് സബ്ജക്റ്റായി മാറിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ മോഹനന് പകരം പാമ്പാണ് ഈ കൃത്യം ചെയ്യുന്നതെങ്കിലോ? ദ സ്നേക്ക് കിൽസ് മോഹൻ, അതായത് ആ പാമ്പ് മോഹനനെ കൊല്ലുന്നു എന്നാകും. അതെ, ഈ ഗ്രാമർ ട്രിക്സ് ഓർത്തിരിക്കുമല്ലോ. ഒരു കാര്യം ആര് ചെയ്യുന്നു ആ ആളാണ് വാക്യത്തിന്റെ കർത്താവ്, അതായത് സബ്ജക്റ്റ്. അയാൾക്കനുസൃതമായാണ് വാക്യം പോകുന്നത്. കർത്താവ് ചെയ്യുന്നത് എന്താണോ അതാണ് ക്രിയ, അതായത് വെർബ്, അല്ലേ? അതെ. ഇവിടെ കൊല്ലുന്നതാണ് ക്രിയ, അതായത് ആരെ എന്തെങ്കിലും ചെയ്യുന്നുവോ അതാണ് കർമ്മം. ഇവിടെ പാമ്പിനെയാണ് മോഹൻ കൊല്ലുന്നത്, അതുകൊണ്ട് പാമ്പ് ഈ വാക്യത്തിലെ കർമ്മമായി മാറി. ഇംഗ്ലീഷിൽ ഇവയെ സബ്ജക്റ്റ്, അതായത് കർത്താവ്, വെർബ്, അതായത് ക്രിയ, കർമ്മം, അതായത് ഓബ്ജക്റ്റ്, ഇങ്ങനെയാണ് പറയുന്നത്. ഇംഗ്ലീഷ് വാക്യത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലും നമുക്ക് ഒരിക്കൽ കൂടി മറ്റൊരു ഉദാഹരണം പഠിക്കാം. സീത ലവ്സ് രാമ. സീത രാമനെ സ്നേഹിക്കുന്നു. ഇതില് കർത്താവ്, ക്രിയ, കർമ്മം എന്നിവ കണ്ടുപിടിക്കണം. കൃത്യമായി ചില കാര്യങ്ങൾ ഓർക്കണം, അല്ലേ? ഏതൊക്കെയാണത്? ഇവിടെ സീതയാണ് സബ്ജക്റ്റ്. പ്രേമിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ വെർബ്. രാമൻ എന്നുള്ളത് ഒബ്ജക്റ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വാക്യം ഒന്ന് കൂടുതൽ പഠിക്കാം. എന്താ? നോക്കാം. ഒരു കാര്യം ആര് ചെയ്യുന്നുവോ ആ ആളാണ് വാക്യത്തിലെ കർത്താവ്. ഇവിടെ രാമനെ സ്നേഹിക്കുന്നത് സീതയാണ്, അല്ലേ? അതുകൊണ്ടാണ് സീത കർത്താവായത്. ഈ ചെയ്യുന്ന ആളാണ് ഏറ്റവും പ്രധാനം. അയാൾക്ക് അനുസൃതമായാണ് ഒരു വാക്യം പോകുന്നത്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ സീത ചെയ്തിട്ടുള്ളത്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് എത്തിച്ചേരുന്നത് എവിടെയാണോ അതാണ് കർമ്മം. ഇവിടെ സീതയാണ് രാമനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് രാമൻ ഈ വാക്യത്തിലെ കർമ്മമായി മാറുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണേ. ഇംഗ്ലീഷ് വാക്യത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ 3 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ഇപ്പോൾ മനസ്സിലായി, അല്ലേ? സീത എന്ന സബ്ജക്റ്റിനെയും സ്നേഹിക്കുന്നു എന്ന ക്രിയയെയും രാമൻ എന്ന കർമ്മത്തെയും മറക്കാതിരിക്കുക. ഒരു ഇംഗ്ലീഷ് വാക്യത്തിലെ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്നിവ മനസ്സിലാക്കി കാണാതെ പഠിച്ചാൽ മാത്രമേ ഇനി ഇങ്ങോട്ടുള്ള പാഠഭാഗങ്ങൾ പഠിക്കാൻ കഴിയുകയുള്ളൂ. അതെ, തീർച്ചയായും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ ഫോർമുല എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് 2 പേജ് നമ്പർ 6 മുതൽ വായിച്ചു പഠിക്കുക. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 200 രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. 944617
8038. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ. ഇതൊരു തുടക്കം മാത്രമാണ്. ഒന്നാം ദിവസത്തെ ട്രിക്ക് കൊണ്ട് തീരുന്നില്ല കേട്ടോ. കൂടുതൽ ട്രിക്കുകൾ വരുന്നതേ ഉള്ളൂ. കാത്തിരിക്കൂ. രണ്ടാം ദിവസത്തിനായി